ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ ഈസി കോമേഴ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ NCERT സിലബസ് ബേസ് ചെയ്ത് +1 കോമേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ സിലബസിൽ അക്കൗണ്ടൻസിയുടെ ആദ്യത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ചാപ്റ്ററാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിലെ വളരെ കുറച്ച് ഭാഗങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പം അക്കൗണ്ടൻസിയെ പറ്റി എന്ത് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ അക്കൗണ്ടൻസിയുടെ ബ്രോഡറായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബേസായിട്ട് എന്താണ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ അക്കൗണ്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ഏതൊക്കെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ അക്കാര്യങ്ങൾ കവർ ചെയ്തുകൊണ്ട് ഒരു തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ചാപ്റ്റർ. അപ്പം അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മീനിങ് ഓഫ് അക്കൗണ്ടിങ്, എന്താണ് അക്കൗണ്ടിങ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ നമുക്ക് അക്കൗണ്ടൻസിയിലെ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വാട്ട് ഈസ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ, വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ, അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കീ ടേംസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അക്കൗണ്ടിങ് എന്ന ടേമിന് ഇപ്പോഴും വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് 1941 ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, അതായത് AICPA ആണ്. പിന്നീട് എപ്പോൾ നമ്മൾ എത്രയൊക്കെ പഠിച്ചു മാറുമ്പോഴും അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ AICPA കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണ്. നമുക്ക് ആ ഡെഫിനിഷൻ നോക്കാം. ദ AICPA ഹാഡ് ഡിഫൈൻഡ് അക്കൗണ്ടിങ് ആസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി transactions and events which are in part at least of financial character and interpreting the results thereof. അപ്പം അത്യാവശ്യം വലിയൊരു ഡെഫിനിഷനാണ്. അതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ പാർട്ട്, ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി transactions and events which are in part at least of financial character and interpreting the results thereof. ഇനി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ. അടുത്ത പാർട്ട്, ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് at least of financial character, and the last part, and interpreting the result thereof. അപ്പം ഈ 3 പാർട്ടിൽ ആദ്യത്തെ പാർട്ട് നോക്കുമ്പോൾ അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ ഒരു ആർട്ടാണ്. ഈ ആർട്ടിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്തൊക്കെയാണ്? റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് എന്ന സിഗ്നിഫിക്കന്റ് മാനർ. എന്തിനെയോ നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഫിനാൻഷ്യൽ നേച്ചറിലുള്ള അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഇത്ര റുപ്പീസിലോ പൈസയിലോ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അക്കൗണ്ടിങ് ഒരു ആർട്ടായിട്ട് മാറുന്നത്. ഇനി അതിന്റെ ലാസ്റ്റ് പാർട്ട് എന്താ? ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുമ്പോഴാണ് അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് അവസാനിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കൂടി ചേർന്ന ഒരാർട്ടാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. ഈ 4 കാര്യങ്ങൾ അക്കൗണ്ടിങ്ങിൽ വരുന്നു. റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, എന്നിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക. ഈ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുന്നതൊക്കെ എന്തിനെയാണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ മോണിറ്ററി ടേംസ്. റുപ്പീസിലോ പൈസയിലോ റെപ്രസെന്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസിനെ മാത്രം റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള
ഡേറ്റയിൽ നിന്ന് നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിനെ ഒരു നോളജ് ആക്കി മാറ്റാൻ സഹായിക്കുന്നത് ഇന്റർപ്രിട്ടേഷൻ ആണ്. അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് ഒരു മീനിങ് ഫുൾ ഫോർമാറ്റിലേക്ക് ഇതിനെ ആക്കിയെടുക്കുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. 1941 ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഹാഡ് ഡിഫൈൻഡ് accounting as the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of financial character and represent interpreting the results thereof. റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. എന്തിനെ? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ. ഏത് ടേംസിൽ? മോണിറ്ററി ടേംസിൽ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഈ റിസൾട്ട്സിനെ ഇന്റർപ്രറ്റ് ചെയ്ത് മീനിങ് ഫുൾ ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഡെഫിനിഷൻ കഴിഞ്ഞു. പക്ഷേ ഈ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ 1941 ഈ 1941 ശേഷം ലോകത്ത് ഒരുപാട് ഇക്കണോമിക് ഡെവലപ്മെന്റ് സംഭവിച്ചു. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഗ്രേറ്റർ ഇക്കണോമിക് ഡെവലപ്മെന്റ് the role of accounting and its scope become broader. കുറെ കൂടെ ബ്രോഡർ ആയിട്ടുള്ളൊരു സ്കോപ്പ് അക്കൗണ്ടിങ്ങിന് വന്നു ചേർന്നു. വെറുതെ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് ഡേറ്റ സൂക്ഷിക്കുന്നതിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യാസം അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന ഒരു ഡിസിപ്ലിന് വന്നു ചേരുന്നു. ഓക്കെ, അക്കൗണ്ടിങ് ഏരിയയ്ക്ക് വന്നു ചേരുന്നു. അതിന്റെ റിസൾട്ടായിട്ട് 1966 ദ അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ, ഷോർട്ടിലായിട്ട് പറയുകയാണെങ്കിൽ AAA, ദ അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ പുതിയൊരു ഡെഫിനേഷൻ കൊണ്ടുവരുന്നു. ദ അക്കൗണ്ടിങ് ആസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ്, measuring and communicating economic information to permit informed judgments and decision by users of information. അപ്പം നമുക്ക് കണ്ടതിൽ തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു വ്യത്യാസം വന്നു. കമ്മ്യൂണിക്കേഷൻ എന്നൊരു ആസ്പെക്ട് ഒരിക്കലും ഫസ്റ്റ് ഡെഫിനിഷനിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ എയുടെ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിക്കേഷന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അവിടെ പറയുന്നത് നമ്മൾ മോണിറ്ററി ടേംസിലുള്ള, അതായത് നമ്മുടെ ഇക്കണോമിക് ഇൻഫർമേഷൻ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുക, മെഷർ ചെയ്യുക, ഇത്രയും മെഷർ ചെയ്ത് കയ്യിൽ സൂക്ഷിക്കാതെ ഇൻഫോംഡ് ജഡ്ജ്മെന്റ്സ് പോസിബിൾ ആവുന്ന പോലെ യൂസേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്ത് മെഷർ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ്. ആ ആക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേതിൽ നമ്മൾ വെറുതെ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ സമ്മറൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് വെച്ചിരുന്ന ഡേറ്റയെ ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഫംഗ്ഷൻ കൂടി അക്കൗണ്ടിങ്ങിന് വന്നു ചേരുന്നു. ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ ആസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് അക്കൗണ്ടിങ് നൗഡേയ്സ്. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് യൂസേഴ്സിനെ ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പർപ്പസ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 2 ഡെഫിനിഷൻസ് ഡീൽ ചെയ്തു. 1941 AICPA പറഞ്ഞ ഡെഫിനിഷനും 1966 ദ അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ കൊടുത്തിട്ടുള്ള ഡെഫിനിഷനും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി 1970 ആയപ്പോൾ നമ്മുടെ AICPA ഇല്ലേ, AICPAയുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ബോർഡ് അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷനെ ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്തു പറഞ്ഞു. അപ്പൊ അവരുടെ വ്യൂ പോയിന്റിൽ അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു പ്രൊവൈഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ, പ്രൈമർലി ഫിനാൻഷ്യൽ ഇൻ നേച്ചർ, അബൌട്ട് ഇക്കണോമിക് എൻറ്റിറ്റീസ് ദാറ്റ് ഈസ് ഇന്റൻഡഡ് ടു ബി യൂസ്ഫുൾ ഇൻ മേക്കിംഗ് ഇക്കണോമിക് ഡിസിഷൻ. അപ്പം നമ്മുടെ മുകളിലുള്ള പറഞ്ഞ ഡെഫിനിഷനെ ഒന്ന് പോളിഷ് ചെയ്തെടുത്തേക്കാണ്. നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം ഷുവറാണ്, അക്കൗണ്ടിങ്ങിനകത്ത് മോണിറ്ററി ട്രാൻസാക്ഷൻസ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമേ വരത്തുള്ളൂ. ഈ മണിയിൽ മെഷർ ചെയ്യുന്ന വാല്യൂസിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂസ് എന്നാണ് പറയുന്നത്. അക്കത്തിൽ നമ്പർ ഇട്ട് പറയാൻ സാധിക്കുമെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ഫിഗേഴ്സ് ആണ്. അങ്ങനെയുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അപ്പം അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇക്കണോമിക് എൻറ്റിറ്റീസിന്റെ ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ. AICPAയുടെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ബോർഡ് പ്രകാരം അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ഡിസിഷൻ മേക്കിംഗ്
പോസിബിൾ ആക്കാൻ വേണ്ടി ഇക്കണോമിക് എൻറ്റിറ്റീസിനെ സംബന്ധിക്കുന്ന ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തു കൊടുക്കുന്നതാണ് അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ. ഇനി ഈ 3 ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ മൂന്ന് ഡെഫിനിഷനിൽ നിന്ന് നമ്മൾ പുതിയൊരു ഡെഫിനിഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നു. അക്കൗണ്ടിങ് ക്യാൻ therefore be defined as the process of identifying, measuring, recording and communicating the required information relating to the economic events of an organization to the interested users of such information. Economic informationന്റെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഉണ്ട്. ആ യൂസേഴ്സിന് ഈ ഇക്കണോമിക് ഇവന്റ്സിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഇക്കണോമിക് ഇവന്റ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഇക്കണോമിക് ഇവന്റ്സ് ഐഡന്റിഫൈ ചെയ്യണം, മെഷർ ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് മെഷർ ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഇക്കണോമിക് ഇവന്റ്സിനെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതിനെയാണ്. അപ്പോൾ അക്കൗണ്ടിങ് ക്യാൻ ബി ഡിഫൈൻഡ് as the process of identifying, measuring, recording and communicating the required information relating to the economic events of an organization to the interested users of such information. ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനകത്തുള്ള ഇക്കണോമിക് ഇവന്റ്സ് ഐഡന്റിഫൈ ചെയ്ത് മെഷർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് അത് ആവശ്യക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ മെയിനായിട്ടുള്ള 4 ഡെഫിനിഷനിലൂടെ കടന്നുപോയി. ഈ 4 ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് കുറച്ച് അക്കൗണ്ടിങ്ങിനെ പറ്റി അത്യാവശ്യം വേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. എന്താണ് അക്കൗണ്ടിങ് എന്ന് മനസ്സിലായി. ഇനി ഈ ലാസ്റ്റ് ഡെഫിനിഷൻ ഉണ്ടല്ലോ, ആ ലാസ്റ്റ് ഡെഫിനിഷനിലാണ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് 4 കീ ടേംസ് ഇരിക്കുന്നത്. ഏതൊക്കെയാണ് ആ കീ ടേംസ്? ഇക്കണോമിക് ഇവന്റ്സ്, identifying, measurement, recording and communication. Third one, organization. And the fourth one, interested users of such information. ഈ 4 കാര്യങ്ങളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ 4 ഡെഫിനിഷൻസ് അല്ലെങ്കിൽ 4 വ്യത്യസ്തമായിട്ടുള്ള സംഘടനകൾ, ഓർഗനൈസേഷൻസ് കൊടുത്തിട്ടുള്ള ഡെഫിനിഷനിലൂടെ നമ്മൾ കടന്നുപോയി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, ഒരു ചെറിയൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നാൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണി ടേംസിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനകത്തുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇക്കണോമിക് ഇവന്റ്സിനെ ഐഡന്റിഫൈ ചെയ്ത് മെഷർ ചെയ്ത് റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇക്കണോമിക് ഇവന്റ്സ്, ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഓർഗനൈസേഷൻ ആൻഡ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ഈ 4 കാര്യങ്ങൾ, 4 കീ ടേംസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.